കാർഷിക സർവകലാശാലയുടെ മുന്നിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൂപ്പുലി എന്ന അന്താരാഷ്ട്ര പുഷ്പമേള അതിൻ്റെ 10ാമത്തെ എഡിഷൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഔപചാരികമായ ഉദ്ഘാടനം നടക്കുകയാണ്. മുൻ വർഷങ്ങളെ എല്ലാം അപേക്ഷിച്ച് വലിയ ജനപങ്കാളിത്തം ഉണ്ടാവും എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള അതിനനുസരിച്ചുള്ള പ്രയോജനം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാകുന്നത്, സർവകലാശാലയ്ക്കുണ്ടാകുന്നത് തിരുത്തിയാണ് പൂപ്പുലി ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത്. അതിനെല്ലാം നല്ല പിന്തുണയാണ് വയനാട്ടിലെ ജനതയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. തുടർന്നും അത്തരത്തിലുള്ള പിന്തുണയും പിന്തുണയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേരളത്തിൻ്റെ കാർഷിക മേഖലയെ ബന്ധപ്പെട്ടിട്ട് ചില സുപ്രധാനമായ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതിൽ ഒന്ന് നമ്മുടെ കർഷകർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിൻ്റെ തനതായ ഒരു ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നത് സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്നുള്ളത്. വളരെ ചെറിയൊരു പ്രീമിയം മാത്രം അടച്ച് സർക്കാർ അവർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി PMFBY എന്ന് പറയുന്ന ഇൻഷുറൻസ് പദ്ധതി ഒരുപാട് പരാതികൾ അക്കാര്യത്തിലെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരിഷ്കരിക്കപ്പെട്ട കാലാവസ്ഥാധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കണം എന്ന് ഗവൺമെൻറ് ആലോചിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്തു കാലാവസ്ഥാധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി, പുനരവതരിപ്പിച്ച കാലാവസ്ഥാധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി കേരളത്തിലെ 14 ജില്ലകളിൽ നടപ്പിലാക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഒരു ഇൻഷുറൻസ് പദ്ധതി മാത്രമായിട്ട് നടപ്പിലാക്കുന്നു. നമ്മൾ ഈ 2 പദ്ധതിയും കേരളത്തിൽ നടപ്പിലാക്കുന്നു. അതിലൂടെ കർഷകർക്ക് പരമാവധി സഹായം ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. മുൻകാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏറി വരുന്ന ഒരു സാഹചര്യത്തിൽ കൃഷിക്ക് നഷ്ടമുണ്ടാവുക എന്നുള്ളത് സാധാരണമായി തീരുകയാണ്. എപ്പോഴാണ് മഴയുണ്ടാവുക എന്ന് പറയാൻ പറ്റുന്നില്ല. പെയ്യുന്ന മഴയുടെ രീതി പഴയ കാലത്തെ കലണ്ടറുകളുടെയും കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ ആ രീതികളെല്ലാം മാറുകയും പുതിയ രീതിക്കനുസരിച്ചുള്ള കാലം തെറ്റി പെയ്യുന്ന കാലവർഷം എന്നൊക്കെ പറയുന്നത് പോലെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിന് കർഷകർക്ക് സഹായകമാവുന്ന തരത്തിലേക്ക് ഉള്ള ഒരു ഇടപെടൽ തീർക്കേണ്ടത് അനിവാര്യമാണ്. വന്യമൃഗശല്യത്തിൻ്റെ വിഷയങ്ങൾ, കാലാവസ്ഥയെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെയും കാർഷിക മേഖലയിൽ ഉണ്ടാക്കുന്ന കൃഷിക്കാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. അപ്പോൾ ഇതിന് പരിഹാരം എന്ന തരത്തിലാണ് നമ്മൾ ഈ ഇൻഷുറൻസ് പദ്ധതി, പ്രത്യേകിച്ച് കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി എന്നത് 14 ജില്ലകളിൽ നടപ്പിലാക്കണം എന്ന് ആലോചിച്ചത്. അത് നടപ്പിലാക്കി. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം നമ്മുടെ മുന്നിൽ ഉണ്ടായത് നമുക്ക് അതിനുള്ള സമയത്തിൻ്റെ പ്രശ്നമായിരുന്നു. ഓരോ പ്രാവശ്യവുമൊക്കെ ഈ വലിയ സാധ്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ കേന്ദ്രവും സംസ്ഥാനവും തുല്യമായി പണം വിനിയോഗിച്ച് കർഷകരിൽ നിന്ന് ചെറിയ പ്രീമിയവും കൂടി കർഷകർ അടയ്ക്കുന്ന ചെറിയ പ്രീമിയം കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രീമിയത്തിൻ്റെ തുക 50-50 എന്ന അനുപാതത്തിൽ ആ തരത്തിലാണ് നമ്മളത് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് അതിന് വിഹിതം നൽകുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില നിബന്ധനകളും സാക്ഷ്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ് പുറപ്പെടുവിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 31-ന് ഇൻഷുർ ചെയ്യുന്നതിനുള്ള സമയപരിധി തീരുന്നു എന്ന ഒരു വിഷയം. 31-ാം തീയതി അത്തരമൊരു പരിപാടി അവസാനിപ്പിക്കും എന്നൊരു തരത്തിലേക്ക് എത്തി. അത് നമ്മുടെ കർഷകർക്ക് എല്ലാവർക്കും ഇത് ഇൻഷുറൻസിൽ ചേരുന്നതിനുള്ള സമയം, മതിയായ സമയം ലഭ്യമാകാത്ത ഒരു പ്രശ്നമുണ്ടാണ്. ഇത് മുൻകൂട്ടി തന്നെ ജനുവരി മാസത്തിൽ 31-ന് തീരും എന്ന് കണ്ടുകൊണ്ട് ഞാൻ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കത്തെഴുതുകയുണ്ടായി. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന തരത്തിൽ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി. നമ്മൾ കേരളത്തിൻ്റെ വിഹിതം അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം പറഞ്ഞു, അതിൻ്റെ ഉറപ്പ് കൊടുത്തു. എന്നിട്ടും അത് നീട്ടുന്നതിനൊരു നടപടി സ്വീകരിച്ചില്ല. കേരളത്തിൻ്റെ വിഹിതം അടച്ചതിന് ശേഷവും ഇത്ര പ്രയാസങ്ങളുണ്ടായി. കേരളത്തിൻ്റെ വിഹിതത്തിൻ്റെ ആദ്യങ്ങളും നമ്മൾ അടയ്ക്കണം എന്ന് പറഞ്ഞ വിഹിതം അടച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അടച്ചു കഴിഞ്ഞിട്ട് അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയാണ് നടപ്പിലാക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ബന്ധപ്പെട്ട സ്ഥാപനം തന്നെയാണ്. അവരുടെ അനുമതി ഇക്കാര്യത്തിൽ ലഭ്യമാകുന്നതുണ്ടായിരുന്നു. ആ അനുമതിയും ലഭ്യമാക്കിയിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി പോർട്ടൽ ഓപ്പൺ ചെയ്യും എന്നാണ് അനൗദ്യോഗികമായി നമുക്ക്
ലഭിച്ചിരിക്കുന്ന വിവരം. അതിനുശേഷം ഇന്ന് വൈകുന്നേരം എന്തെങ്കിലും തരത്തിൽ പ്രയാസം ഉണ്ടാവുകയാണ് എങ്കിൽ തിങ്കളാഴ്ച ഉറപ്പായിട്ടും പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ടും ജനുവരി മാസം 15 വരെ അത് പോർട്ടൽ ഓപ്പൺ ചെയ്ത് കർഷകർക്ക് ഈ പദ്ധതിയിൽ ചേർന്ന് അവർക്ക് ഇൻഷുറൻസ് തങ്ങളുടെ വിളകൾ ഇൻഷുർ ചെയ്യുന്നതിനുള്ള അവസരം ലഭ്യമാക്കണം എന്നാണ് കേന്ദ്രം കേരളത്തോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് നടപടികൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പം കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചിരിക്കുന്നത് ജനുവരി മാസം 15 വരെ ആ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുന്നതിനുള്ള അനുമതി കേരളത്തിലെ കർഷകർക്ക് ലഭ്യമാകും എന്നതാണ്. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ പോർട്ടൽ ഓപ്പൺ ആക്കിയിട്ടില്ല. ഓപ്പൺ ആക്കുന്നതിന് അനൗദ്യോഗികമായി നമ്മൾ മനസ്സിലാക്കുന്നത്, രേഖാമൂലം നമ്മളെ അറിയിച്ചിട്ടില്ല, അനൗദ്യോഗികമായി നമ്മൾ മനസ്സിലാക്കുന്നത് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി കൂടി കണ്ട് ഇക്കാര്യം എന്ന തരത്തിലാണ്. ശരിയോ തെറ്റോ എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അനൗദ്യോഗികമായി കിട്ടിയിരിക്കുന്ന അറിയിപ്പാണെന്നുള്ളത് ഞാൻ ഇതിൽ കടക്കുന്നില്ല. എങ്കിലും 15-ാം തീയതി വരെയും നമുക്ക് നീട്ടി നൽകുന്നതാണ് എന്ന് അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൃഷി മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നു. അപ്പോൾ അതൊരു നമ്മളിപ്പോൾ കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു പ്രശ്നത്തിന് ഞങ്ങൾ വളരെ നേരത്തെ പോലെ തന്നെ ഇടപെടൽ നടത്തുന്നുണ്ട്. ആ പ്രശ്നത്തിന് പരിഹാരമാകും, തിങ്കളാഴ്ചയോടുകൂടി അതിന് പരിഹാരമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ ഇക്കാലങ്ങളിൽ നമുക്ക് മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ കൃഷി രംഗവുമായി ബന്ധപ്പെട്ടിട്ട് പ്രൈമറി അഗ്രികൾച്ചറിന് മാത്രം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലത്ത് നിന്ന് മാറി പ്രൈമറി അഗ്രികൾച്ചറിനൊപ്പം തന്നെ സെക്കൻഡറി അഗ്രികൾച്ചറിന്, ദ്വിതീയ മേഖലയ്ക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ നമ്മുടെ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്പാദനത്തിൽ നമുക്ക് മെച്ചമുണ്ടാക്കാൻ കഴിയുന്നു. കാർഷിക മേഖലയിൽ വളർച്ച ഉണ്ടാകുന്ന തരത്തിലേക്ക് എത്തി. അഖിലേന്ത്യാ ശരാശരി താഴേക്ക് പോകുന്ന അവസരത്തിൽ കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ നല്ല വളർച്ച ദൃശ്യമാകുന്നു എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെയും മറ്റും ഉള്ള ഇടപെടലുകളുടെ ഭാഗമായി തന്നെ ഉണ്ടാകുന്നതാണ്. ഒരു നല്ല പങ്ക് ഗവൺമെൻറ് ഇക്കാര്യത്തിനകത്ത് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 23-24 സാമ്പത്തിക വർഷത്തിൽ കേന്ദ്രത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 2.1 ആയി കാർഷിക മേഖലയുടെ വളർച്ച കാണിക്കുന്ന അവസരത്തിൽ അഖിലേന്ത്യാ കാർഷിക വളർച്ച 2.1 ആയിരുന്ന അവസരത്തിൽ കേരളത്തിൽ അത് 4.65 ഉയർത്താൻ കഴിയുന്നത് നല്ല ഇടപെടലുകൾ കേരളത്തിൽ ഉണ്ടായതിൻ്റെ ഭാഗമാണ്. അതിൽ സംസ്ഥാന സർക്കാർ മാത്രം ഇടപെടൽ നടത്തുന്നില്ല എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മാധ്യമങ്ങൾ, വ്യക്തികൾ, നമ്മുടെ കൃഷിക്കൂട്ടങ്ങൾ, കുടുംബശ്രീകൾ, സഹകരണ സ്ഥാപനങ്ങൾ, ഇങ്ങനെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയും നല്ല ഇടപെടലുകൾ ഇക്കാര്യത്തിൽ നടത്തി കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ബോധ്യവും ഉണ്ടാക്കിയെടുക്കുന്നതിന് വലിയ പങ്ക് വഹിച്ചു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങാൻ കഴിയുന്നത്. അപ്പോൾ വിഷരഹിതമായ ഭക്ഷണം ഉറപ്പാക്കുക എന്നുള്ളതിന് കേരളീയ സമൂഹവും വളരെ ഗൗരവത്തോടുകൂടി കാണുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേരളത്തിൽ 2006-11 ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു ജൈവ കാർഷിക നയം പ്രഖ്യാപിച്ചു. ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ജൈവ കാർഷിക മിഷന് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് രൂപം കൊടുക്കുകയുണ്ടായി. അതിനനുസരിച്ച് ജൈവ കൃഷിക്ക് നല്ല പ്രോത്സാഹനം നൽകുന്നു. അതോടൊപ്പം തന്നെ നാച്ചുറൽ ഫാമിങ്ങിന് ഒരു വലിയ പിന്തുണയും പിൻബലവും നൽകേണ്ടത് അനിവാര്യമാണ് ഈ ഘട്ടത്തിൽ. നാച്ചുറൽ ഫാമിംഗ് കേരളത്തിൽ വ്യാപിപ്പിക്കുന്നതിനുള്ള നല്ല പരിശ്രമങ്ങളിലേക്ക് ഏർപ്പെട്ടു. നമ്മുടെ റിട്ടയർഡ് ചെയ്തിട്ടുള്ള ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന CSF വിദ്യാനൻ ആണ് നമ്മുടെ നാച്ചുറൽ ഫാമിങ്ങിൻ്റെ ഒരു സബ്മിഷനുണ്ട്. ജൈവ കാർഷിക മിഷൻ്റെ സബ്മിഷനായി പ്രവർത്തിക്കുന്ന ആ മിഷൻ്റെ ചുമതല അദ്ദേഹത്തിനാണ് നൽകിയിരിക്കുന്നത്. ഈ രംഗത്ത് വളരെയധികം വർഷങ്ങളായി ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രവർത്തന പരിചയം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ചുമതല നൽകിയത്. ഇതൊരു ഓർഡിനറി സർവീസാണ്. ആ അദ്ദേഹം സേവനം ചെയ്യാൻ സന്നദ്ധത നമ്മൾ ചോദിച്ചപ്പോൾ സന്നദ്ധനാവുകയും ചെയ്തത് അത്തരത്തിൽ ആ പ്രവർത്തനത്തെ വ്യാപിപ്പിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞ കാലാവസ്ഥ വ്യതിയാനം വളരെ വലിയ പ്രശ്നങ്ങൾ തീർക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഉള്ള കൃഷി ഉള്ള മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമായി വരുന്നത്. ഇതൊക്കെയും വലിയ പണച്ചിലുള്ള ഒരു കാര്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ സാമ്പത്തികമായ കാര്യം ഏത് പദ്ധതി നടപ്പിലാക്കുമ്പോഴും നമ്മുടെ മുമ്പിലുണ്ടാകുന്ന തടസ്സങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ആവശ്യമായ പണം എങ്ങനെ എന്നുള്ള കാര്യമാണ്. എങ്ങനെ ഇതിനുള്ള പണം കണ്ടെത്തുമെന്ന് നമ്മൾ ആലോചിച്ചു. കാലാവസ്ഥയ്ക്ക് അനുകൂലമായ അല്ലെങ്കിൽ കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടുകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിൽ കാർഷിക മേഖലയിൽ നടത്തേണ്ടുന്ന ഇടപെടലുകളുണ്ട്. അങ്ങനെ ഇടപെടൽ നടത്താൻ നോക്കുമ്പോഴാണ് ഞങ്ങൾ പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ പദ്ധതി വിഭാവനം ചെയ്തു. അങ്ങനെയാണ് കേരള ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രി വാല്യൂ ചെയിൻ പദ്ധതി എന്നതിലേക്ക് കേര എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക്
നമ്മൾ രൂപം കൊടുത്തത്. ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് നല്ല സാമ്പത്തിക ചെലവ് വരും. അത്രമേൽ ഇടപെടൽ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാലത്തിനനുസരിച്ച് വർത്തമാനകാലത്തിൻ്റെ ഈ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും എല്ലാം അതിജീവിക്കാൻ പാകത്തിൽ കർഷകർക്ക് ഒരു പിന്തുണയും പിൻബലവും നൽകാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ 2365 കോടിയുടെ കേരള പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അത് കേരളത്തിൽ നടപ്പിലായി തുടങ്ങിയിരിക്കുന്നു എന്ന കാര്യം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അതിൻ്റെ പ്രയോജനം നമ്മുടെ നാട്ടിലെ ഓരോ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് ലഭ്യമാകും. വയനാട് ജില്ലയിൽ നമ്മൾ പറയുമ്പോൾ കാപ്പി കർഷകർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത്. ഉൽപാദനക്ഷമത കുറഞ്ഞ കാപ്പിച്ചെടികൾ മാറ്റി ഉൽപാദനക്ഷമത കൂടിയതും കാലാവസ്ഥ പ്രതിരോധശേഷി ഏറിയതുമായ കാപ്പി ഇനങ്ങൾ നടുന്നതിന് ഹെക്ടർ ഒന്നിന് 1,10,000 രൂപ വരെ ഒരു കർഷകന് പരമാവധി 2 ഹെക്ടറിന് ധനസഹായം ലഭിക്കുന്ന തരത്തിലാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായി 0.1 ഹെക്ടറിനും 10 ഹെക്ടറിനുടെയും കാപ്പി കൃഷിയുള്ള കർഷകർ അതിന് സഹായത്തിന് അർഹരായിരിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സഹായങ്ങളും ഉണ്ടാകും. ഈ പുനർനടി എന്ന തരത്തിൽ വരുന്ന ചെയ്യുന്നതിന് 1360 ഹെക്ടറിന് ഒരു 1496 ലക്ഷം രൂപ ഈ പുനർനടി ധനസഹായമായി നൽകുന്നതിനാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 14.96 കോടി രൂപ വയനാട്ടിൽ ഈ കാപ്പി കൃഷിയുമായി ബന്ധപ്പെട്ടതിന് ലഭ്യമാകും. അതോടൊപ്പം തന്നെ ജലസംഭരണി, സ്പ്രിംഗ്ലർ ജലസേചനം അതിന് ഹെക്ടറിന് 50,000 രൂപ നിരക്കിൽ 1458 ഹെക്ടർ പ്രദേശത്ത് ജലസേചനം നടത്തുന്നതിനായി ഏതാണ്ട് ഒരു 7 കോടി അധികം രൂപ 7.5 കോടിയോളം രൂപ അതിനുവേണ്ടി ചിലവഴിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഇക്കോ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അവർക്ക് ചിലവാകുന്ന തുകയുടെ 75% തുക പരമാവധി 2 ലക്ഷം രൂപ വരെയും അങ്ങനെ ഒരു ആകെ 50 ലക്ഷം രൂപ ധനസഹായം നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല മെച്ചപ്പെട്ട തൈകൾ ഉണ്ടാവേണ്ട അനിവാര്യമാണ്. വയനാട്ടിൽ കോഫിക്ക് നല്ല മാർക്കറ്റെല്ലാം ഉണ്ട്. ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്, കൂടുതലായി എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ കൂടുതൽ എത്തിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ സെക്കൻഡറി അഗ്രികൾച്ചറിൻ്റെ ഭാഗമാകുന്ന കാര്യമാണ്. അവിടെ നമുക്ക് ഏറ്റവും നല്ല ഇനം കാപ്പി തൈകൾ ഉൽപ്പാദിപ്പിച്ച് അത് വിതരണം ചെയ്യുക, വിപണനം ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ട് നഴ്സറികളെ തിരഞ്ഞെടുത്ത് 30 നഴ്സറികൾക്ക് 6 ലക്ഷം രൂപ എന്ന തരത്തിൽ, ഒരു നഴ്സറിക്ക് 6 ലക്ഷം രൂപ എന്ന തരത്തിൽ 180 ലക്ഷം രൂപ ഒരു സ്ഥിര മൂലധന നിക്ഷേപം ഈ തരത്തിൽ നൽകുന്നതിനും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കർഷകരുടെ ട്രെയിനിങ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം അതിനുവേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. കേരളത്തിൽ പ്ലാന്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോഫി ബോർഡിൻ്റെയും സഹായത്തോടും സഹകരണത്തോടും കൂടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി നടപ്പിലാക്കുന്നത്. കൃഷി വകുപ്പ് മാത്രമായിട്ടല്ല, ഈ തരത്തിൽ ഇതിൻ്റെ ഡേറ്റാസും മറ്റു കാര്യങ്ങളും ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പിൻ്റെ കൈകളിൽ വരുന്നൊരു കാര്യമല്ല. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ കോഫി ബോർഡാണ് ഈ കാര്യത്തിലെല്ലാം ബന്ധപ്പെടുന്നത്. കേരളത്തിൽ അടുത്തിടെയാണ് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് തന്നെ രൂപീകരിച്ചത്. കൃഷി എന്നതെല്ലാം കൂടി ചേരുന്നതാണ് എന്നതുകൊണ്ട് ഞങ്ങൾ ഇത്തരം പദ്ധതി വിഭാവനം ചെയ്തപ്പോൾ ഞങ്ങളുടെ ഇതിൽ വരുന്നതല്ല എന്നുള്ളതൊന്നും ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ല. ഏലം, കോഫി, റബ്ബർ എന്നിവയ്ക്കെല്ലാം സാധ്യമാവുന്നിടത്തോളം സഹായ പദ്ധതികൾ കേരളത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത്. വയനാട് പോലെ ഒരു ജില്ലയിൽ ഇത്തരത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് അങ്ങേറ്റ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2365.5 കോടി രൂപയാണ് കേരള പദ്ധതി നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ കേരളത്തിൽ കൃഷി വകുപ്പിൽ നടപ്പിലാവുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ്. കൃഷി വകുപ്പിൽ 40 കൊല്ലത്തിനൊരു പദ്ധതി വലിയ പദ്ധതി നടപ്പായിട്ടില്ല. കേരളത്തിലുള്ള ഏറ്റവും വലിയ പദ്ധതിയാണ് കൃഷി വകുപ്പിൽ നടപ്പിലാക്കുന്നത്. 40 കൊല്ലത്തിനല്ല, കൃഷി വകുപ്പിൽ തന്നെ കേരളത്തിൽ നടപ്പിലാവുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് കേരള പദ്ധതി. 40 കൊല്ലത്തിനിടയിൽ വലിയ പ്രോജക്റ്റുകളൊന്നും 1000 കോടി വരുന്ന തരത്തിലുള്ള വലിയ പ്രോജക്റ്റുകളൊന്നും അടുത്ത കാലത്ത് നടന്നിട്ടേയില്ല. അവിടെയാണ് കേരള ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമാവുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കേരളത്തിൽ കഴിഞ്ഞിരിക്കുന്നത്. റബ്ബർ മേഖലയ്ക്കുള്ള ഇൻസെൻറ്റീവ്സ് വിതരണം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കേരള പദ്ധതി അതിൻ്റെ പ്രവർത്തനത്തേക്ക് കടന്നിരിക്കുന്നു. വയനാട്ടിലെ കാപ്പി കർഷകർക്കും അതിൻ്റെ മെച്ചം വളരെ താമസിയാതെ തന്നെ ഇതിൻ്റെ പരിശോധനകൾ കണക്കെടുപ്പുകൾ നടത്തി അർഹരായ കർഷകരെ കണ്ടെത്തി അതിനകത്ത് എത്രമാത്രം ഈ പണം ഓരോരുത്തർക്ക് നൽകാൻ കഴിയുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ആ അർഹർക്ക് ഈ തുകയും ധനസഹായവും എത്തിക്കും. കൃത്യമായ പരിശോധന ഇക്കാര്യത്തിലുണ്ടാവും. കേവലമായ ഒരു പണവിതരണം ഇതിനപ്പുറത്തേക്ക് ഈ പദ്ധതി ഫലപ്രാപ്തിയിൽ എത്തുമെന്ന് ഉറപ്പുവരുത്തുന്നതിന് കഴിയുന്ന സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അല്ലാതെ ഒരു സബ്സിഡി വിതരണത്തിൻ്റെ പരിപാടിയായി ഒരു പണം വിതരണം നടത്തുന്ന പദ്ധതിയായി മാത്രമല്ല ഇതിനെ കണ്ടിരിക്കുന്നത്. കൃത്യമായ നിബന്ധനകളെല്ലാം ഈ കാര്യത്തിലുണ്ട്. അങ്ങനെയാണ് ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. വയനാട്ടിൽ
നമ്മളിത് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ട് എന്ന അടിസ്ഥാനത്തിലാണ് ഞാനത് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് പൊതുവിൽ വയനാടുമായി ബന്ധപ്പെട്ടും കേരളത്തിൻ്റെ കാർഷിക മേഖലയെ ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാം.